നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പോളിംഗ് ഏജന്റിന്റെ നിയമനവും ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ്, അതായത് അന്ധനും അവശത അനുഭവിക്കുന്നതുമായ ആൾക്കാരുടെ വോട്ട് ചെയ്യുന്ന വിധവുമാണ് ഇന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് ഈ വോട്ടിങ്ങിനൊക്കെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും ഞാൻ ഒരു മുഴുവൻ ക്ലാസ് ഇടും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും പറയാതെ പോവാണ്ട എന്ന് ഉള്ള കാഴ്ചപ്പാടിലാണ് ഇത് നമ്മൾ ഇടുന്നത്. ഇനി നമ്മൾ ഈ ആദ്യത്തെ എടുക്കാം, പോളിംഗ് ഏജന്റ്. ഈ പോളിംഗ് ഏജന്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഫോം 10 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഫോം 10 എന്ന് പറയുന്നത് പോളിംഗ് ഏജന്റുമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഫോം 10. ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവരുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു ചീഫ് ഇലക്ഷൻ ഏജന്റ് ഉണ്ടായിരിക്കും സാധാരണഗതിയിൽ, ചീഫ് ഇലക്ഷൻ ഏജന്റ്. അപ്പോൾ ഒന്നുകിൽ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ അവരുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിനോ ഒരു പോളിംഗ് സ്റ്റേഷനിൽ, ആ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനിൽ തങ്ങളുടെ പ്രതിനിധിയായിട്ട് പോളിംഗ് ഏജന്റിനെ നിയമിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം 10. അപ്പോൾ സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ ഈ ഫോമിൽ ഒപ്പിട്ട് പോളിംഗ് ഏജന്റിനെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ ഫോം 10ലാണ് ശരിക്കും ഈ പോളിംഗ് ഏജന്റിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. പോളിംഗ് ഏജന്റിനെ നിയമിക്കുന്നത് സ്ഥാനാർത്ഥിയായിരിക്കാം, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരിക്കും. സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് ആവും. അപ്പോൾ നമ്മൾ ഈ ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഈ പോളിംഗ് ഏജന്റിന്റെ നിയമന കത്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് പോളിംഗ് ഏജന്റിന്റെ നിയമന കത്തുമായിട്ടാണ് ഈ ഏജന്റായി ഇരിക്കാൻ താല്പര്യമുള്ള ആ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ എത്തുന്നത്. അപ്പോൾ അത് വന്ന് ഫോം 10 പൂരിപ്പിച്ച് ഒപ്പിട്ട ഫോം 10 ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ കൈവശം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒപ്പം നമുക്ക് തരുന്ന പ്രിസൈഡിംഗ് ഓഫീസർക്ക് തലേന്ന് തരുന്ന മെറ്റീരിയൽസിൽ ഈ സ്ഥാനാർത്ഥിയുടെയോ ഇലക്ഷൻ ഏജന്റിന്റെയോ ഒപ്പ്, പൂർണ്ണമായ ഒപ്പിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് വന്നാൽ, എന്നെ ഇലക്ഷൻ ഏജന്റായിട്ട് നിയമിച്ചിട്ടുണ്ട്, ഇതാ ഒപ്പിതാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ, ഫോം 10 കൊണ്ടുവന്നാൽ, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഈ തലേന്ന് തന്നിട്ടുള്ള സ്പെസിമെൻ സിഗ്നേച്ചർ, മാതൃകാ ഒപ്പിന്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ കൈവശമുണ്ട്, അതുമായി ഒത്തുനോക്കാവുന്നതാണ് സംശയമുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പോളിംഗ് ഏജന്റ് പ്രിസൈഡിംഗ് ഓഫീസർ എടുത്ത് ഫോം 10 ഒപ്പിട്ട ഫോം 10മായി വന്നാൽ, ആ വ്യക്തി ഞാൻ ഈ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ച് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ നിന്ന് ഒപ്പിടണം. ആ ഒപ്പിട്ട് അതിൻ്റെ ഡിക്ലറേഷൻ, അതിൻ്റെ താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്ന സത്യപ്രസ്താവനയാണ്. ആ സത്യപ്രസ്താവന പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് ഒപ്പിടണം. മറ്റേ നിയമനാകുന്ന വ്യക്തി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് അയാൾ ഒപ്പിട്ട് കൊണ്ടുവരികയാണ്. ഞാൻ തയ്യാറാണെന്ന് ആ ഫോമിൽ ഒപ്പിട്ടിട്ടാണ് അയാൾ കൊണ്ടുവരിക. പക്ഷേ ഡിക്ലറേഷൻ, അതായത് ഈ വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്ന സത്യപ്രസ്താവന പ്രിസൈഡിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ച് ഈ ഏജന്റായി വന്നിരിക്കുന്ന വ്യക്തി ഒപ്പിടേണ്ടതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു രീതി. ഇപ്പോൾ സ്ഥാനാർത്ഥി ഫോം 10 പൂരിപ്പിച്ച് ഒപ്പിട്ടിട്ട് ഏജന്റിന് നൽകുകയാണ്. സാധാരണഗതിയിൽ പോളിംഗ് ദിവസം മുമ്പ്, അല്ലെങ്കിൽ പോളിംഗിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ പോളിംഗ് ദിവസം രാവിലെ മോക്ക് പോളിന് മുമ്പ് ഏജന്റ് ഈ ഫോം പ്രിസൈഡിംഗ് ഓഫീസർക്ക് മുമ്പാകെ ഹാജരാക്കണം. മിക്കവാറും പേര് തലേ രാത്രി തന്നെ ഹാജരാക്കാറാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അതിനുശേഷമാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഏജന്റിന്റെ ഒപ്പ് പരിശോധിക്കുകയും രഹസ്യ സ്വഭാവം പാലിക്കുമെന്ന് പത്രത്തിൽ ഒപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് ചെയ്യും? ഏജന്റിന് ഒരു എൻട്രി പാസ് അനുവദിക്കും. ആ എൻട്രി പാസ് എന്ന് പറയുന്നത് ഈ പോളിംഗ് സ്റ്റേഷനിൽ, പോളിംഗ് ബൂത്തിൽ ഏജന്റായി ഇരിക്കാനുള്ള പാസ്സാണ്. അപ്പോൾ ഒരു പാസ്സിൽ, ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക്
ഒരു ഏജന്റിനെയും രണ്ട് റിലീവർമാരെയും നിയമിക്കാം. അപ്പോൾ ആ കാർഡിൽ തന്നെ രണ്ട് റിലീവർമാരുടെ പേര് എഴുതിയാൽ മതി ഏജന്റിന്റെ പേരിന്റെ ഒപ്പം. അതായത് ഒരു ഏജന്റ് മാറുമ്പോൾ മറ്റേ ആളിന് ബൂത്തിലിരിക്കാനുള്ള ഒരു ഇതാണ് റിലീവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സമയത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഏജന്റ് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ ബൂത്തിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റിലീവർമാർ രണ്ടുപേരുണ്ടെങ്കിലും ഈ രണ്ടും ഒന്നും മൂന്ന് പേർക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശം ഇല്ല, അനുമതി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ പോളിംഗ് ഏജന്റിന്റെ നിയമനമായി. പിന്നെ പറയുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓരോ പോളിംഗ് സ്റ്റേഷനിലും പോളിംഗ് ഏജന്റും റിലീവിംഗ് ഏജന്റിന്റെയും മൂവ്മെന്റ് ഷീറ്റ് സൂക്ഷിക്കണമെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എപ്പോഴൊക്കെ ഒരാൾ മാറുന്നു എന്നുള്ള മൂവ്മെന്റ് ഷീറ്റ് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരാൾ തന്നെയായിരിക്കും വൈകുന്നേരം വരെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ പാസ് കൊടുത്തു. നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇക്കൂട്ടത്തിൽ പറയാം. ഒന്ന്, ഈ ഏജന്റിന് ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പോളിംഗ് ഏജന്റായി വരുന്ന ആളുടെ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ പറയണം. അയാൾക്ക് ഒരു എപ്പിക്ക് ഉണ്ടായിരിക്കണം, വോട്ടർ ID കാർഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഏജന്റുമാർ നമ്മൾ ഈ തിരിച്ചറിയൽ കാർഡ് ധരിക്കണം, അത് വേറെ കാര്യമാണ്. ഇവിടെ വരുമ്പോൾ ഇതാരാ എന്താണെന്നുള്ളത്. പിന്നെ ഇയാളുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത്, ഈ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട പറയാനുള്ളതെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ചില സന്ദർഭത്തിൽ ഈ സ്ഥാനാർത്ഥിക്ക് ഏജന്റിന്റെ നിയമനം റദ്ദാക്കാനുള്ള അവകാശവും ഉണ്ട്. മറ്റൊന്ന്, ഇയാളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ, ഒന്ന് ആ ബൂത്തിലെ വോട്ടർ ആയിരിക്കണം. ഈ ബൂത്തിലെ വോട്ടർ ആണെങ്കിലാണ് ഏജന്റായിട്ട് നിയമിക്കാൻ ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ തൊട്ടടുത്ത ബൂത്തിലെ ആയിരിക്കണം. ഇത് രണ്ടിലും ആളെ കിട്ടുന്നില്ല എങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ ആയാലും അയാളെയും നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടറെ ആ അർത്ഥത്തിൽ നമുക്ക് ഏജന്റായിട്ട് സ്വീകരിക്കേണ്ടതില്ല എന്നാണ്. കാരണം നമുക്ക് എപ്പിക്ക് ഹാജരാക്കുമല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഒരു എന്താ പറയണ്ടേ, പോളിംഗ് ഏജന്റിനെ പറ്റി നമുക്ക് അവരുടെ നിയമനത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഫോം 10 പ്രിസൈഡിംഗ് ഓഫീസർക്ക് അടുത്തേക്ക് കൊണ്ടുതരുന്ന ഈ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ഈ ഫോം 10 നമ്മൾ സൂക്ഷിക്കണം. അത് ഫയൽ ചെയ്ത് കവറിലിട്ട് അവിടെ കൊടുക്കേണ്ട മെറ്റീരിയലിൽ കവറിലുള്ള ഒന്നാണ് ഫോം 10 അഥവാ പോളിംഗ് ഏജന്റുമാരുടെ നിയമനം എന്ന് പറയുന്നത്, ആ നിയമന കത്ത്. അപ്പോൾ എത്ര ഏജന്റുമാരിന്റെ ഇതുപോലെ വരുന്നോ, എത്ര സ്ഥാനാർത്ഥിയുടെ വരുന്നോ അത്രയും നിയമനക്കത്തും ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ ഒരിക്കൽ കൂടി പറയണം, പോളിംഗ് ഏജന്റുമാർ ചിലപ്പോൾ തലേന്ന് രാത്രിയിൽ ഇത് കൊണ്ടുവരും. ഈ നമുക്ക് കാർഡ് കൊടുക്കുന്നത്, ഇവർക്ക് എൻട്രി പാസ് കൊടുക്കുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മോക്ക് പോളിന് വാങ്ങി വെച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മോക്ക് പോളിന് മുമ്പ് തരാം എന്ന് പറഞ്ഞ് അവരെ വിടാവും. രാവിലെ മോക്ക് പോളിന് മുമ്പ് കൊടുത്താലും മതി, ഏത് എൻട്രി പാസ്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സിന്റെ വോട്ട് എങ്ങനെയാണ്. അതായത് അന്ധനും അവശനുമായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ നമുക്ക് മിക്കവാറും ഇപ്രാവശ്യം 40% മേലെ ഭിന്നശേഷിയായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ഒരു BLOയുടെ നിർദ്ദേശപ്രകാരം, BLOയുടെ റെക്കമെൻഡേഷൻ പ്രകാരം, അപേക്ഷ പ്രകാരം അവിടെ വീട്ടിൽ, അല്ലെങ്കിൽ 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ അവരുടെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുന്ന രീതിയാണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ സഹായിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യുന്ന കേസുകളൊക്കെ തന്നെ വളരെ കുറവായിരിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ആ വോട്ടിംഗ് പ്രൊസീജിയറൊക്കെ 9-ാം തീയതിക്ക് മുമ്പ് മിക്കവാറും ഒക്കെ ചെയ്ത് തീരുകയാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ബൂത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഒഴിവാകുന്നത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ സാധാരണഗതിയിൽ കാഴ്ച പരിമിതിയുള്ളവർക്കോ ബട്ടൺ അമർത്താൻ കഴിയാത്ത വിധം ശാരീരിക അവശതയുള്ളവർക്കോ വോട്ട് രേഖപ്പെടുത്താൻ ഒരു സഹായിയെ കൂടെ കൂട്ടാം. അപ്പോൾ അങ്ങനെ സഹായി, ഈ സഹായിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്നാണ് കണ്ടീഷൻ. അപ്പോൾ സഹായി വോട്ട് ചെയ്യും, പിന്നെ സഹായിക്ക്
പിന്നെ അപ്പുറത്ത് മറ്റേ ആളുടെ വോട്ടും ചെയ്യും. അപ്പോൾ സഹായിയുടെ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സഹായിക്ക് ഒരാളെ മാത്രമേ ഇതുപോലെ സഹായിക്കാനുള്ള അനുവാദം ഉള്ളൂ. അപ്പൊ ഇനി സഹായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ആ കേസ്, ഇപ്പൊ ഫസ്റ്റ് പോളിംഗ് എടുത്തേക്ക് തന്നെയാണ് ആദ്യമായിട്ട് ഇത്തരം കേസുകളും വരുന്നത്. ആ കേസ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫസ്റ്റ് പോളിംഗ് പിന്നെ എൻ്റെ അടുത്ത് നിൽക്കാതെ ഈ കേസ് പ്രിസൈഡിങ് ഓഫീസർ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഈ വോട്ടെടുപ്പിന്റെ ആ ക്യൂ, ആ ഫ്ലോയെ അത് ബാധിക്കും. അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ അവർക്ക് ഒരു കസേരയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി വേണ്ട ഫോമൊക്കെ, ഡിക്ലറേഷനൊക്കെ പൂരിപ്പിച്ച് അത് സൈൻ ചെയ്ത് ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് പോകാൻ. അപ്പം നമ്മൾ ഇങ്ങനെ സഹായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, 18 വയസ്സ് ഉണ്ടായിരിക്കണം സഹായിക്ക് ID കാർഡ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സഹായിക്ക് ID കാർഡ് ഉണ്ടാവുമെങ്കിൽ ഈ അയാളൊരു ഡിക്ലറേഷൻ ആദ്യം പ്രിസൈഡിങ് ഓഫീസർ കൊടുക്കണം. ഡിക്ലറേഷൻ സൈൻ ചെയ്യിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസറാണ്. ഈ വോട്ട് രഹസ്യമായി സൂക്ഷിക്കുമെന്ന്, ഇയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ വോട്ട്, ഈ ഇൻഫേം ആയിട്ടുള്ള ആളിന് ചെയ്യുന്ന, അല്ലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളിന് വേണ്ടി ചെയ്യുന്ന ഈ വോട്ട് രഹസ്യമായി സൂക്ഷിക്കുമെന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അന്നേ ദിവസം സഹായിയായി നിന്നിട്ടില്ലെന്നും കാണിച്ചിട്ടുള്ള ഒരു സത്യപ്രസ്താവനയിൽ ഈ സഹായി ഒപ്പിടണം. അതിനുശേഷം അത് ഒപ്പിട്ട് പ്രിസൈഡിങ് ഓഫീസ് വീണ്ടും ഈ ലൈനിൽ പോകാം. സഹായിയുടെ വലത് കൈയിലെ, അപ്പം നമ്മൾ അതിനുശേഷം നമുക്ക് ഇത് വിളിച്ചു പറഞ്ഞ് ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ ക്രോസ് വരയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. ഈ ഫോമൊക്കെ പൂരിപ്പിച്ചതിന് ശേഷം വരച്ചാൽ മതി. അപ്പോൾ സഹായിയുടെ വിരലിൽ മഷി പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സഹായിയായിട്ട് ആണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അയാളുടെ വലത് കൈ വിരലിലെ ചൂണ്ടുവിരലാണ് ഉപയോഗിക്കേണ്ടത്. അയാളുടെ വോട്ട് ചെയ്യുമ്പോൾ അയാളുടെ സാധാരണ ഇടത് കൈയിലെ വിരൽ ഉപയോഗിക്കുക. അല്ല, സഹായിയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് വലത് കൈയിലെ ചൂണ്ടുവിരലാണ് മഷി പുരട്ടേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ആണ് അത് ചെയ്യേണ്ടത്. ഇനി പറയാനുള്ള കാര്യം, ഈ സത്യപ്രസ്താവന നൽകുന്നത് അനക്സർ 18 വേറൊരു പോയിന്റ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ബട്ടൺ അമർത്താനൊക്കെ പറ്റും, എന്നാൽ അവിടം വരെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വോട്ടർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ കമ്പാർട്ട്മെന്റ് വരെ ഒരാളെ കൊണ്ടുപോകാൻ ഒരു സഹായിയെ അനുവദിക്കാം നമുക്ക്. അത്തരം സഹായം എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റിനുള്ളിൽ ചെയ്യാൻ പാടില്ല, കമ്പാർട്ട്മെന്റ് വരെ കൊണ്ടുവിടാം. അപ്പൊ കമ്പാർട്ട്മെന്റ് വരെ കൊണ്ടുവിടുന്ന ഒരു സഹായിയെ സംബന്ധിച്ചിടത്തോളം ആ സഹായിയുടെ ഡിക്ലറേഷനോ ബാക്കി ഒന്നുമോ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാള് ഈ സൈൻ ചെയ്യുന്നത് പോലും ആരായിരിക്കും, തമ്പ് വെക്കാനും പറ്റുന്നില്ലെങ്കിൽ സഹായി ആയിരിക്കും തമ്പ് വെക്കുക, അല്ലെ ഒപ്പിടുക. എന്നിട്ട് നമ്മൾ റിമാർക്കിൽ എഴുതിയാൽ മതി സഹായിയാണ് സൈൻ ചെയ്തതെന്ന്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇത്തരം വോട്ടുകളുടെ ഒരു വിവരങ്ങൾ 14A ഉൾപ്പെടുത്തണം. ഫോം 14A ഇത്തരം വോട്ടുകളുടെ വിവരങ്ങൾ ഈ ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സിന് ഹെൽപ്പറായിട്ട് നിന്ന് വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ 14A രേഖപ്പെടുത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ വിവരം അതിൽ രേഖപ്പെടുത്തേണ്ട. കാരണം ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് വരെ അയാളെ പിടിച്ചു കൊണ്ടുപോയി വോട്ട് ചെയ്യാൻ അയാൾക്ക് പറ്റും. അങ്ങനെയുള്ളവരുടെ വിവരം 14A പിന്നെ രേഖപ്പെടുത്തേണ്ടതില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് BLO വഴി മറ്റേ രീതിയിൽ, അതായത് 85 വയസ്സിന് മുകളിലുള്ളവർക്കും 40% കൂടുതൽ ഹാൻഡിക്യാപ്ഡ്നെസ് ഉള്ളവർക്കും, അപ്പോൾ അതിലൊക്കെ ബ്ലൈൻഡൊക്കെ അതിൽ വരും, അവരുടെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനമായിട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം. അതുകൊണ്ട് പിന്നെ അത്തരക്കാരൊന്നും തന്നെ ബൂത്തിലേക്ക് വരേണ്ടതില്ല. അതുകൊണ്ട് ഒരു 99% ആയിട്ടുള്ള പിന്നെ ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ് ബൂത്തിലേക്ക് വരാനുള്ള സാധ്യത ഇല്ല. അത് തീർച്ചയായിട്ടും ഈ ജോലി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. ഓക്കെ, 2 ടേംസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് പലർക്കും അറിയുന്നത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. മറ്റ് വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയും. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.